നമസ്കാരം, എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ മാവ് വളരെ പെട്ടെന്ന് കുഴച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പുതുതായിട്ട് കുക്കിങ്ങിലേക്ക് വരുന്ന ആൾക്കാർക്കോ അതല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കോ ഒക്കെ ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഗോതമ്പ് പൊടി എടുക്കുന്ന അതേ പാത്രത്തിൻ്റെ അളവിൽ തന്നെ വേണം ഞാൻ ഈ പറയുന്ന അളവിൽ വെള്ളവും എടുക്കുവാൻ വേണ്ടി. അതായത് രണ്ടും അളന്നെടുക്കുന്നത് ഒരേ അളവിലുള്ള പാത്രത്തിലായിരിക്കണം. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ചേർക്കാം. ഞാനിവിടെ വെള്ളം അളന്നിരിക്കുന്ന കപ്പിൽ തന്നെ ഒരു 2.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതായത് 2.5 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/4 കപ്പ് വെള്ളം എന്ന അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇതേപോലെ വിരൽ വെച്ചിട്ടൊന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. ഈ മാവും വെള്ളവും കൂടി പെട്ടെന്ന് തന്നെ മിക്സായി ഒന്ന് കുഴഞ്ഞു വരും. നമ്മൾ സാധാരണ മാവിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് അത് കയ്യിൽ ഒട്ടിപ്പിടിക്കും അല്ലേ, ഒരുപാടങ്ങ് കുഴഞ്ഞ് കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. എന്നാൽ ഇങ്ങനെയാണ് നമ്മൾ കുഴച്ചെടുക്കുന്നതെങ്കിൽ അധികം മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയില്ല. ഞാനൊരു 3-4 ബ്രാൻഡ് ഗോതമ്പ് പൊടി ഈ ഒരു അളവിൽ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടിക്ക് അനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൽ കുറച്ച് വ്യത്യാസം വരാം. എന്നാൽ ഒരു ബേസിക്കായിട്ടുള്ള ഒരു അളവെന്ന് പറയുന്നത് ഈ പറയുന്നത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് അത് കുറച്ച് ലൂസായിട്ട് പോവുകയാണെങ്കിൽ കുറച്ച് മാവ് കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കാം. അതല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് മാവ് കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് കിട്ടും. പെട്ടെന്ന് തന്നെ നമ്മൾ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ വിരലിൽ മാത്രം കുറച്ച് മാവൊന്ന് പറ്റി പിടിച്ചിട്ടേ ഉള്ളൂ. നമ്മുടെ ഉള്ളം കൈയിലേക്കൊന്നും മാവ് പറ്റത്തേ ഇല്ല. അപ്പോൾ ഇതാണ് ഈസി. നമ്മൾ മാവിലേക്ക് വെള്ളം ഒഴിക്കുന്നതിനേക്കാൾ ഈസിയാണ് ഈ വെള്ളത്തിലേക്ക് ഗോതമ്പ് പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ മാവ് കുഴച്ചെടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ അതിലേക്ക് 1-2 സ്പൂൺ എണ്ണ കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ മാവ് കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ചപ്പാത്തി ഉണ്ടാക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ ഈ ചപ്പാത്തിയുടെ മാവ് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയൊന്ന് തടവിയിട്ട് അല്പസമയം ഒന്ന് അടച്ചു വെക്കുക. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഒന്ന് അടച്ചു വെക്കുക. മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒരുപാട് സമയമിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മയപ്പെടുത്തി എടുക്കുകയൊന്നും വേണ്ട. നമ്മുടെ മാവ് ഞാൻ ഒരു അരമണിക്കൂർ അടച്ച് വെച്ചിരുന്നു. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചപ്പാത്തിയുടെ മാവ് കഷ്ടപ്പെടാതെ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് മാവ് കുഴച്ചെടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.